നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലേ സർപ്രൈസാണ് വരാൻ പോകുന്നത്. നിങ്ങളൊക്കെ പിന്നാന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കത് അനുഭവവേദ്യമായി. ഇങ്ങനെയുണ്ട് നമ്മളെ അഭ്യാസം. ഇനിയിപ്പം മത്സരത്തിലേക്ക് ഇറങ്ങുകയാണ്, പ്രസിഡന്റ് അടക്കം മത്സരിക്കുന്നുണ്ട്. അതെ, എനിക്കൊരു മത്സരിക്കണം എന്ന് പാർട്ടി പറഞ്ഞു, കൊണ്ട് മത്സരിച്ചു. ഈ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പം വന്നിരിക്കുകയാണ്. ഇതിന് വലിയ റിസ്ക്കാണ്. പല സിറ്റിംഗ് MP-മാരെയും മാറ്റിയാണ് മത്സരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആർക്കായിരിക്കും? പ്രസിഡന്റാണോ? തീർത്തും പാർട്ടിക്ക്. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുള്ള സീനിയർ നേതാക്കന്മാരിൽ നിന്ന് ചർച്ച നടത്തി ഫലപ്രദമായ രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഞങ്ങളിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റിംഗ് MP മാറ്റിയത് TL പ്രതാപനെയാണ്. അവിടെ മറ്റൊരു MP വടകരയിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ വടകരയിലെ തോൽവി ഭയം കൊണ്ടാണോ അല്ല സിറ്റിംഗ് MP ആയ TL പ്രതാപൻ ഓരോ പ്രദേശത്തിന് പറ്റിയ ഏറ്റവും സൂട്ടബിൾ കാൻഡിഡേറ്റ് ആരാണ് എന്ന് നമ്മൾ അരിച്ച് പെറുക്കി പരിശോധിച്ചിട്ടാണ് ഇത്രയും ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുള്ളത്. സാധാരണ നേരത്തെ ചിന്തൻ ശിബിറിലൊക്കെ ഒരാൾക്ക് ഒരു പദവി എന്നുള്ളതാണ്. പ്രസിഡന്റ് ഇപ്പോൾ പ്രസിഡന്റായി ഇരിക്കെ തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ അതിപ്പോൾ കൊടുക്കാമല്ലോ, ചാർജ് കൊടുക്കാമല്ലോ. അതൊക്കെ പ്രസിഡന്റ് ചാർജൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കും. കോൺഗ്രസിനകത്ത് കീഴ്വഴക്കം ഉണ്ട്. ചാർജ് കൊടുത്തോ? രമേശ് ചെന്നിത്തല മത്സരിച്ചപ്പോഴും അദ്ദേഹം KPC പ്രസിഡന്റായിരുന്നു. ചാർജ് കൊടുത്താണ് നിർത്തത്. കൈവിളക്കങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ പാർട്ടി തരത്തിലുള്ള ആഭ്യന്തര കാര്യമാണ്. അതൊന്നും നിങ്ങളെ ബേജാറല്ല, അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അത് അതേപോലെ കൊടുക്കാൻ ഇന്ന് പ്രഖ്യാപിച്ചല്ലേ ഉള്ളൂ. സ്ഥാനാർത്ഥി BJP-യിലേക്ക് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് മാറ്റം ഒടുവിൽ വന്നിരിക്കുന്നത്.